സിത്താരെ, ഇവിടെ ആരൊക്കെയുണ്ട്? ഞാനും മോളും സിനി. എന്തേ? അല്ല, സിത്താരയുടെ ബന്ധുക്കൾ ആരെങ്കിലും മുകളിലുണ്ടോ? ഏയ് ഇല്ല. പക്ഷേ ഈ നിൽക്കുന്ന ഗാഥയുടെ അതേ മുഖച്ഛയുള്ള കുട്ടിയെ ഞാനിപ്പോ മുകളിൽ കണ്ടല്ലോ. അതിപ്പോ മാത്രമല്ല, അന്ന് നമ്മളെ വീട്ടിലെ ചടങ്ങിന് വന്നില്ലേ, അന്നും ഇതുപോലൊരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? ഗാഥമോള് നിങ്ങളുടെ കൺമുമ്പിൽ ഇവിടെ നിൽക്കുമ്പോ നിങ്ങൾ ഇതുപോലെ വേറൊരാളെ കണ്ടു എന്ന് പറയാ? ഞങ്ങൾ പറയുന്നത് സത്യമാ സുത്രേ. ഇതുപോലൊരു പെൺകുട്ടിയെ തന്നെയാ ഞാൻ മോളി കണ്ടത്. നവീൻ സാറേ, ഇവര് പറയുന്നത് സത്യമാണെങ്കിലേ സാറ് പെട്ടുപോവല്ലോ. രണ്ടുപേരെ ഒപ്പം കല്യാണം കഴിക്കണ്ടേ? സിത്താരെ, സോറി. അവളുടെ ഒരു ശീലം ഇതാ. മറ്റാരും കാണാത്തത് അവര് കാണും, ആരും കേൾക്കാത്തത് അവര് കേൾക്കും. അല്ലളിയാ, സത്യമായിട്ടും കണ്ടതാ. മതി. ഒരു ചടങ്ങ് നടക്കുന്ന വീട്ടിൽ വന്നാല് അവിടെ ഏറ്റവും മാന്യമായിട്ടാണ് പെരുമാറേണ്ടത്. അതെങ്ങനെയാ? നല്ലതെന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലല്ലേ? എങ്കിലൊരു കാര്യം ചെയ്, നീ മുകളിലേക്ക് പോയി ഗാഥമോളെ പോലെ ഒരാളെ സൃഷ്ടിച്ച് താഴോട്ട് വിടുക. അപ്പൊ സമാധാനം കിട്ടുമല്ലോ. ഏയ് വഴക്ക് വേണ്ട. നിർമ്മലയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മതി മതി നവീനെ, ആ കല്യാണക്കുറി അവരെ ഏൽപ്പിച്ചേക്ക്. സാറേ, ഇതാളുടെ കയ്യില് കൊടുക്കണ്ട മുത്തശ്ശി. സാറിന് ഇഷ്ടം ഗാഥാമാടത്തിന്റെ കൈ കൊടുക്കാനായിരിക്കും. പക്ഷേ കുടുംബത്തിലെ കാരണവർ എന്ന നിലയ്ക്ക് സിത്താരാമാമിന്റെ കൈ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചെല്ലേ. മോളിപ്പോ എല്ലാ അർത്ഥത്തിലും കളരിക്കിലെ വധുവായി മാറിക്കഴിഞ്ഞു. ഇനി വിവാഹ ചടങ്ങ് മാത്രം, അതും കൂടി മംഗളാവട്ടെ.